വീതികൾക്കിടയിൽ ഒരു ഗീതകം. കുഞ്ഞ് എന്ന് നമ്മൾ എന്തിനാ പറയുന്നത്? കുഞ്ഞിൻ്റെതായ ഒരു ബുദ്ധിയും കുഞ്ഞിൻ്റെതായ ചില രീതികളും ഉണ്ട്. അതിനപ്പുറത്തോട്ട് നമ്മൾ അതിനെ എന്തെല്ലാം ബ്രെയിൻ വാഷ് ചെയ്ത് എന്തെല്ലാം ചെയ്താലും തത്ത മനുഷ്യനെ പോലെ സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതേ പറയും. അത് നിങ്ങളോട് നിങ്ങളുടെ വീട്ടിൽ വന്ന സന്ദർഭം നിങ്ങൾ ആലോചിക്കുക. അമ്മൂമ്മത്തള്ള ഒരു തെറ്റ് കാണിച്ചപ്പോ അടി തന്നു, അതുകൊണ്ട് ഞാൻ പപ്പായുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. അതാണോ ഒരു കഥ, ഒരു കാര്യം? നിങ്ങൾ തന്നെ സമ്മതിച്ചു തെറ്റാണ് ചെയ്തത്. അതിന്റെ ഇളയ കൊച്ച അവിടെ നിൽക്കുന്നു, അതിനെ അടിച്ചപ്പോ തൊലി പറ്റി. ആരാരും അടി കൊടുക്കത്തില്ലേ? വെറുതെ വിടുന്നു വൃത്തികായിട്ട് നിങ്ങളുടെ അനാവശ്യങ്ങൾ നിങ്ങൾ പറയരുത്. നിങ്ങൾ 10 വയസ്സുള്ള ഒരു കൊച്ചിനെ നിങ്ങൾ അമ്മ എങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ പോകുന്നു, അങ്ങനെ പോകുന്നു, ജനലിൽ പോകാൻ നോക്കോ, ഓട്ടെ കൊണ്ട് നോക്കുന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് തുണിയില്ലാതെ കിടക്കുന്നു. കുറ്റം സമ്മതിച്ച അങ്ങനെ സമ്മതിക്കല്ല. ഇത് നിങ്ങൾ ചെയ്യാവോ? കുഞ്ഞിനെ ഒരു ക്രിമിനൽ ആക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അന്നേരം പറഞ്ഞു പപ്പ അവിടെ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഇപ്പം വർത്താനം പറയാൻ നല്ലൊരു വേദി കിട്ടി. ഇപ്പം ആ വെളിയിൽ ഇരുന്നപ്പോൾ പറഞ്ഞു ഞാൻ എങ്ങനെ നീ എന്ത് ചെയ്താൽ എൻ്റെ അടുത്ത് നീ വരണ്ടാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് നീ വരിക വേണ്ട, നീ ഒന്ന് പഠിക്കുക. അപ്പോൾ പഠിക്കാനുള്ളൊരു മാർഗ്ഗം ഞാൻ എന്തെങ്കിലും രീതിയിൽ ഉണ്ടാക്കി തരാം. സ്കൂളിൽ പോകുന്നില്ല എന്നാ പറയുന്നത്. അത് പോകുന്നില്ല എന്ന് പറയുന്നതിന്റെ കാര്യം ഈ മൂത്ത കുട്ടിയും കൂടെ കൂട്ടുണ്ടെങ്കിൽ അത് പോയാൽ മനസ്സിലായില്ലേ? അപ്പൊ ആ കുട്ടിയും കൂടെ 2 കുഞ്ഞുങ്ങൾക്കും ഒരുപാട് യാത്ര ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്ത്, അച്ഛനെയും അമ്മയും ഒരുപോലെ കാണാൻ പറ്റുന്ന സ്ഥലത്ത് അപ്പോൾ അങ്ങനെ നിങ്ങൾ കുറച്ചാൾ പോകും. കുറെ കഴിയുമ്പോൾ ഈശ്വരൻ നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിക്കുന്നതും അതൊക്കെ ഒരു ഭാഗ്യമാണ്. 2 കുഞ്ഞുങ്ങളും ഒരുമിച്ച് വളരണം എന്ന് സാബിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസിങ് ഒരു മനസ്ഥിതി ഉണ്ടാകണം സാബി. തീർച്ചയായിട്ടും അത് അയാൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ജീവിക്കണമെന്ന് ആർക്കും. ഇപ്പൊ 10 വയസ്സായ അവനെ തള്ളി പറയാറായി. 15 വയസ്സായ 2 പേർക്കും എന്നെ വേണമെന്ന്. സാബിക്ക് നല്ലൊരു കൗൺസിലിംഗ് ആവശ്യമില്ല. സാബിക്ക് നല്ല ഒരു വിദഗ്ധനായ കൗൺസിലറെ കൊണ്ട് ചെയ്യിക്കണം. കാരണം കൗൺസിൽ ചെയ്യിക്കണം സാബി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മുതൽ തന്നെ ചേച്ചി പഠിക്കുന്നു, എന്നെ പഠിപ്പിച്ചില്ല, എൻ്റെ വീട്ടിൽ എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. സാബിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണത്. നിവൃത്തിയില്ലാത്ത അച്ഛനും അമ്മയും മൂത്ത പെണ്ണ് നന്നായിട്ട് പഠിക്കുന്നു, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് ജോലി കിട്ടട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾ 10ാം ക്ലാസ് SLCക്ക് തോറ്റ കുട്ടി തോറ്റു. പിന്നെ അങ്ങോട്ട് ഭാവിയെ പഠിപ്പിക്കണം. എന്തെങ്കിലും ജോലിക്ക് പോയാൽ ഒരു വരുമാനം സ്വന്തമായിട്ട് നീ സ്വർണം വാങ്ങിച്ചോ. ഇപ്പൊ ഈ താൽക്കാലികമായി കിട്ടുന്ന സന്തോഷമല്ല, അതിന്റെ മനസ്സിൽ ആ ദുഃഖങ്ങളുണ്ട്. ഇളയ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴും താല്പര്യമില്ല. നാളെ അത് മനസ്സിന് വേറെ പ്രശ്നങ്ങളാവും ആ കുഞ്ഞിന്. ആ 2 കുഞ്ഞുങ്ങളും ഒരുമിച്ച് ജീവിക്കാൻ എന്ത് ചെയ്യാം? ആ ത്യാഗമാണ് വലുത് അല്ലേ? അതിനെക്കുറിച്ച് ചിന്തിക്കുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇയാൾ ചെയ്തിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇയാളൊരു നല്ല മനുഷ്യനാണെന്ന് നമ്മൾ പറയുന്നില്ല, മോശം മനുഷ്യൻ തന്നെയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ന്യായം പറയുന്നേ ഇല്ല. മനസ്സിലായില്ലേ? അദ്ദേഹത്തിനുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ വേറെ അത് നമ്മളിപ്പോൾ പറയുന്നില്ല. അല്ലാതെ നമ്മൾ പേഴ്സണലായിട്ട് കുറെ ആളെ ചീത്ത വിളിക്കാനുണ്ട്, അതൊക്കെ ചെയ്യും. പക്ഷേ സാബി ഈ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, മനസ്സിലായോ പറഞ്ഞത്? അതുങ്ങൾ നല്ല സ്കൂളിൽ പഠിക്കണം. അങ്ങനെ പറയരുത്. ഇല്ലാന്ന് പറഞ്ഞില്ല. ഞാനത് തീരുമാനിച്ചിട്ട് ഞാൻ അനുഭവിക്കാവുന്ന അത്രയും അനുഭവിച്ചിട്ട് ജീവിതത്തിൽ ആകെ ഇനി മകന് കിട്ടിയില്ലെങ്കിലും നാളെ ഒരിക്കൽ അവൻ പറയരുത് അമ്മ എന്നെ ഇട്ടിട്ട് മറ്റൊരാളുടെ ഒപ്പം പോയെന്ന് പറയരുത്. അവൻ വയസ്സായി കഴിയുമ്പോ അവൻ ഇത് കണ്ടിട്ട് അവൻ കരുതിക്കോട്ടെ. ഒരിക്കലും അവന്റെ അമ്മ വിട്ടിട്ടുമില്ല. ഇളയ കുട്ടിയുടെ മാനസികാവസ്ഥ ചിന്തിച്ചല്ലേ പറ്റൂ. ഒരിക്കലും അവനെ കൂടി കൊടുത്തോ, അത്രയും എനിക്ക് പറയാനുള്ളൂ. അതേ നടക്കൂ, അത് മാത്രമേ നടക്കൂ. ഞാനില്ല, അതേ നടക്കൂ. അത് നടത്താൻ വേണ്ടിയാണ് സാബി ഇപ്പൊ ഇവിടെ വന്നത്. ആ മൂത്ത കുട്ടിയെ കൊണ്ടുവരാനല്ല സാബി ഇവിടെ വന്നത്. ഇളയ കുട്ടിയെ കൂടെ അയാളുടെ എന്റെ കൂടുതൽ വരാൻ ആരുണ്ടായിരുന്നില്ല. ആകെ വരുന്ന എന്റെ ചേച്ചി, അവര് ഭർത്താവിന് വരെ ഇവരെ വിളിച്ച് എന്തൊക്കെയാണ് ആവശ്യം പറഞ്ഞെന്നറിയോ? എന്റെ ജീവിതത്തിൽ എനിക്ക് പിന്നെ ഒരു ഭർത്താവ് വന്ന് അവരെ ഭരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ചെയ്യോ ഇല്ല. അത് അപ്പൊ 2 കുട്ടികളെയും സാബിക്ക് തരികയാണെങ്കിൽ കുട്ടികളെ എല്ലാം പഠിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും നോക്കും. പക്ഷെ അച്ഛൻ കാണാനും അച്ഛൻ വന്ന് കാണുകയും സ്നേഹം കൊടുക്കാൻ ഒരു ദിവസം കൊണ്ടുപോയി താമസിപ്പിക്കാൻ എല്ലാത്തിനും സമ്മതമാണ്. എന്നെ മോശമാക്കാനും കൊണ്ടുപോകരുത്. ഞാൻ അവരെ കുറിച്ച് ഒന്നും എനിക്ക് ഒതുക്കിയില്ലെങ്കിൽ എന്റെ മക്കൾക്ക് ഒതുക്കിക്കോട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവസത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ ഇങ്ങനെ കുത്തി ഇങ്ങനെ പിടിച്ച് കൊല്ലാൻ മകൻ കണ്ടിട്ടും മകൻ ചീത്ത വിളിച്ചതിന് ഒന്നും പറഞ്ഞിട്ടില്ല. മകൻ അച്ഛൻ്റെ സ്ഥലത്ത് അച്ഛൻ ചെയ്യാനുള്ള. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കുട്ടികളെ കൊണ്ട് എവിടെ ഈ സ്ത്രീ വളർത്തുക? അവരെവിടെയാണ് താമസിക്കുന്നത്? അവിടെയല്ലേ അവർ വളർത്തുള്ളൂ. വാടകയ്ക്ക് പോയി താമസിക്കണം. അവരെങ്ങനെ താമസിക്കുന്നത്? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ? എനിക്ക് താല്പര്യമില്ല സാർ. അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇളയ കുട്ടി കൂടെ നിൽക്കണം. അതിനൊക്കെയാണ് ഈ
ഈ സ്ത്രീക്ക് കഴിഞ്ഞിട്ടില്ല. കഴിവുണ്ട്, അവർക്ക് ഹോട്ടൽ നടത്തുന്നുണ്ട്, അവർക്ക് കഴിവുണ്ടെങ്കിൽ എന്റെ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ കൊണ്ടുപോട്ടെ. അത് ഞാനിപ്പോ പറയാൻ കുട്ടിയുടെ സമ്മതമല്ല, ഒരു കൊച്ചു കുട്ടിയുടെ സമ്മതമല്ല. കൊച്ചിന് തീരുമാനം എടുക്കാൻ കഴിവായിട്ടില്ല. കാര്യങ്ങൾ അല്ല ഇപ്പൊ അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് തന്നെ പറയാനാണ് ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് ഇവിടെ.